ഗൾഫിൽ ഒരു പരിപാടിക്ക് മാർക്കോസട്ടന്റെയും ഞാന് ഫസീൽ താത്ത നമ്മളൊക്കെ ഒരു പരിപാടിക്ക് ഗൾഫിൽ പോയപ്പോ അൽനാസ് റിസോർട്ടിൽ പ്രോഗ്രാം നടന്നു. അന്ന് ഞാൻ വന്നപാട് മൂസക്ക പീർക്ക ഞാൻ വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ. വന്നപാട് പിന്നെ ഇങ്ങനെ ഒരു ഗായകൻ, ആളെ പേര് പറയുന്നില്ല, അവർക്ക് അന്ന് ഒരു സ്റ്റേജിന് 1,00,000 രൂപയാണ് എന്ന് പറഞ്ഞ് സ്റ്റേജ് കയറുന്നില്ല. അപ്പൊ അത് ഇവര് പൈസ പിന്നെ നേരത്തെ കയറുന്നതിന്റെ മുന്നേ കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അൽനാസർ ഇസ്ലാമിലെ പോലത്തെ സ്ഥലം എന്ന് വെച്ചാൽ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവിടുത്തെ അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാവർക്കും കണക്ക് കൂട്ടി അവിടുത്തെ പൈസ എടുത്ത് ചെലവായി തെച്ചതിന് ശേഷം ഇവർക്ക് കൊടുക്കുള്ളൂ, ഓർഗനൈസർമാർക്ക്. അപ്പൊ നമ്മൾ ചിലപ്പോ ഇന്ന് തരും, അല്ലെങ്കിൽ നാളെ തരും, അല്ലെങ്കിൽ പോകുന്നതിന് മുമ്പായിട്ട് തരും. പക്ഷേ ഈ കക്ഷി കയറിയില്ല. മുസക്കാക്കറിയാ പേർക്ക് അവരിൽ മരിച്ചുപോയി. ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് ബീന ആന്റണിന്റെ ഭർത്താവ് മനോജ്, നമ്മളെല്ലാന്ന് ഫസീൽ താത്താവ് മരിച്ചു. അപ്പം ഇവര് കയറാതിരുന്നപ്പോ എന്റെ കയ്യിൽ സ്വർണ്ണം ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് സ്വർണ്ണം ഇട്ടിട്ടാണ്. ഞാൻ എന്റെ എല്ലാ സ്വർണ്ണം ഊരിയിട്ട് അവരെ കയ്യിൽ കൊടുത്തു. സ്റ്റേജിൽ കയറാൻ പറഞ്ഞു. അന്ന് എനിക്ക് ഈ ബുദ്ധിയൊന്നും ഇല്ല, പാട്ടില് ഞാൻ വരുന്നേ ഉള്ളൂ. ഞാൻ അവർക്ക് കൊടുത്ത് അയാള് കയറിഞ്ഞ് അതിന്റെ ഓർഗനൈസർ. ഇത്രയും ഞാൻ കൊണ്ടുവന്ന് ഒരുപാട് ആൾക്കാരുണ്ട്, ഒരാളും ഈ ഹെൽപ്പ് തന്നെ ചെയ്തിട്ടില്ല. പക്ഷെ ഈ കക്ഷി പറഞ്ഞ് സ്വർണം വാങ്ങണ്ട, കയറിക്കോളാം. അയാൾ ജ്യേഷ്ഠനാണ് കയറാൻ വിടാതാക്കിയ. അയാള് പാവാണ്. അയാള് പറയുന്നുണ്ട് ജ്യേഷ്ഠനോട്, എന്തിനാണ് ഈ മത്സരപ്പെടുത്ത, അവർ തരും. അങ്ങനെ ഞങ്ങള് പ്രോഗ്രാമിന് പോയി. ആ സ്റ്റേജ് കഴിഞ്ഞു. പിന്നെ നമുക്ക് അല്ലേയില്ല, അയ്യോ ഏട്ടനെ അയക്കൂല പൈസ കിട്ടാതെ. ഞങ്ങളൊക്കെ പോയി, കേറാൻ വിടൂല. ഇയാളെ പേരിലാണ് പ്രോഗ്രാം നടക്കണേ, ആളെ പേര് പറയില്ലേ, അദ്ദേഹത്തിന്റെ പേരിലാണ് പ്രോഗ്രാം നടക്കണേ. അപ്പൊ നമ്മളെല്ലാം വന്നിട്ടില്ല, അത്രയല്ലായിട്ടുള്ളൂ. ഞാൻ റംല വിഗത്തിന്റെ പാട്ട് പാടുന്നോണ്ടാണ് എനിക്കൊരു പുതുമ. ഞാൻ അവിടെ കയറിയിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു പോകുമ്പോ നിങ്ങൾക്ക് ഞാൻ ആക്സിഡന്റ് ആയി എന്ന് പറയുന്ന. കാരണം ഇത്രയും ജനം ഗാലറിയിൽ ബോൾ കളി കാണാൻ ഇരിക്കണ ആൾക്കാർ ഇരിക്കണേ. ഞാനും അങ്ങനെ സ്റ്റേജിൽ കയറി പറഞ്ഞു, കാരണം ഇതൊരു ആക്സിഡന്റ് ആണല്ലോ. ഞങ്ങൾ ഒരു പ്രോഗ്രാമിന് പോയിട്ട് നമ്മൾ ഇതിന്റെ ഓർഗനൈസർമാരെ കാര്യങ്ങൾ നേരത്തെ എഗ്രിമെന്റ് ആക്കണോ, അല്ലാണ്ട് ഇതൊരു ആക്സിഡന്റ് അല്ലേ. ഞാൻ പറഞ്ഞ അതേ ആക്സിഡന്റ് ആയിട്ട് കിടക്കുകയാണ്, ഇന്ന ഹോസ്പിറ്റലിൽ ഉണ്ട്. എന്നിട്ട് പിന്നെ എല്ലാരും പറഞ്ഞ ആള് സാരിയില്ല, നിങ്ങള് പാടിക്കോ പറഞ്ഞ്. നമ്മള് പാടി ഞാൻ പോയിട്ട് അടിപൊളി പേര്. എനിക്ക് എത്രയോ പൈസ കിട്ടിക്കണ് സ്റ്റേജില്. അന്ന് ഇന്നലെ പറഞ്ഞ പാട് പൈസ ഒക്കെ കിട്ടും, പിന്നെ സ്വർണം കിട്ടും. അന്ന് അങ്ങനെയാണ്. പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ തുടക്കത്തില്? സ്ഥലത്ത് എവിടെയും ഞാൻ പറ്റിക്കപ്പെട്ടിട്ടില്ല. ഇന്ന് വരെ ഒരാളും പറ്റിച്ചിട്ടില്ല. സമ്മതിക്കുന്നില്ല. അവര് നല്ല പോലെ വന്നിട്ട് നമ്മളവരെ ശ്രദ്ധിക്കുമല്ലോ. അവര് എന്ത് വിജയിച്ചിട്ടുണ്ടോ പരാജയപ്പെട്ടിട്ടുണ്ടോന്ന്. അവരിത് പരാജയം എന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ വാങ്ങാണ്ട് പോയിട്ടുണ്ട്. എന്നെ മാത്രം വെച്ചിട്ടല്ല, വല്ല നല്ല പാട്ടാറ് വെച്ചിട്ട്. പക്ഷെ മറ്റുള്ളവർ ചെയ്യുന്ന എനിക്കറിയില്ല, ഞാൻ വാങ്ങാതെ പോയിട്ടുണ്ട്. എനിക്ക് ആ സങ്കടം കാണാൻ പറ്റൂല. പക്ഷെ അവര് വിളിച്ച് ഞാൻ പറഞ്ഞുതരാം. ദുബായില് ഞാൻ നമ്മളെ ഫാദർ അച്ഛനില്ലേ, ഞാന് ഫാദർ അച്ഛൻ അഫ്സലി, ഞങ്ങൾ ഒരുപാട് സിന്ധു പ്രേംകുമാർ, ഞങ്ങൾ ഒരുപാട് ആള്. ഒരു പെൺകുട്ടിയിലെ ഒരു മീനിന്റെ എന്താ ഹനാന ആദ്യമായിട്ട് ദുബായിൽ വന്ന് നമ്മളെല്ലാരും ഉണ്ട്. അങ്ങനെ പ്രോഗ്രാമിന് പോയപ്പോ നമ്മൾ 5-6 സ്റ്റേജ് കഴിഞ്ഞു. പക്ഷെ ഞങ്ങൾ കാണുന്നുണ്ട് ഇദ്ദേഹം വളരെ പരാജയത്തിലൊക്കെ ആയി പോണെന്ന്. പക്ഷെ ഒരു എക്സ്ക്യൂസും ഒരാളും പിന്നെ എല്ലാവർക്കും കുറച്ച് കൊടുത്തപ്പോ ഒന്നും ആരൊന്നും പറ്റില്ല, തെച്ച് കൊടുക്കാത്ത ആളും ഉണ്ട്. കഴിയുന്നില്ല, നിങ്ങൾ പോയിക്കോ, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. എത്രയോ പ്രാവശ്യം ഒരു പരിപാടി കൊണ്ടുപോയ ആളാണ് ഈ മനുഷ്യൻ. അൻസാർ കൊയിലാണ്ടി എന്നാണ് ആ കൊണ്ടുപോയ മനുഷ്യന്റെ പേര്. ഞങ്ങളെല്ലാം എത്രയോ പ്രാവശ്യം അദ്ദേഹം കൊണ്ടുപോയി. ഞങ്ങൾക്ക് എത്രയോ പ്രാവശ്യം, ഒരു പ്രാവശ്യം പോലും ഞങ്ങളെ പൈസ തരാതെ അയച്ചിട്ടുമില്ല. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് വിളിച്ചിട്ട് പറഞ്ഞ, എനിക്ക് പൈസയൊന്നും വേണ്ട, എന്റെ ടിക്കറ്റിങ് തന്നെ, എനിക്ക് നാട്ടിൽ പ്രോഗ്രാം കൊണ്ട് പോവാണ്. ഇദ്ദേഹം ഭയങ്കര സാമ്പത്തിക നഷ്ടം വന്ന് അദ്ദേഹത്തിന്റെ ഇവിടെ വീട്ടില് സ്ഥലമൊക്കെ വിറ്റിട്ട് ഒരുപാട് പ്രോഗ്രാമിന്റെ ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. ഞാൻ ഇങ്ങനെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഒരു റമളാൻ തുടങ്ങുന്നതിന്റെ മുമ്പ് എന്നുണ്ട് ഇദ്ദേഹം വിളിക്കുന്നു, അക്കൗണ്ട് നമ്പർ അയച്ചു വെച്ചിട്ട്. ഞാൻ പറഞ്ഞ എന്തിനാണ്? അതാ പൈസ അയക്കണം. അവര് വേണ്ട അൻസാർക്കാ, കുറെ നാളായില്ല, സാരിയില്ല മോളെ, എല്ലാവരും എന്നെ ഒരുവിധ ആളെ പേര് പറയുന്നില്ല, എന്നെ ഫേസ്ബുക്കിൽ ഇതിലൊക്കെ ഭയങ്കരമായിട്ട് ഇതാക്കി. പക്ഷെ നീ മാത്രടി എന്നെ ഒന്നും ചെയ്യാണ്ട്. ഞാൻ സാരിയില്ലെന്ന്, എല്ലാവരും ഉപജീവന മാർഗല്ലേ അൻസാർക്കാ, ഇവർക്കൊന്ന് സാമ്പത്തികമായിട്ട് എല്ലാം അങ്ങോട്ട് ഒന്നും വരുന്നൊന്നല്ല. നമ്മൾ ഈ ഒരു പ്രോഗ്രാം അല്ല കേട്ടാ, പല പാട്ടുകാരുണ്ട്. അല്ലാണ്ട് നമ്മൾ ഈ പോയ കുട്ടികൾ മാത്രല്ല. എന്റെ പൈസ വേണ്ട പട്ട, അദ്ദേഹം കേട്ടില്ല, എനിക്ക് പൈസ വെച്ചു. ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോ മനതാരിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുമ്പോഴും
സീനത്തൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ശരിക്കും ഇല്ല. എനിക്ക് അറിയില്ലാന്ന്, ഫേസ്ബുക്ക് അറിയില്ല. അന്നില്ലേ പ്രോഗ്രാമിന് പോയാലേ ആള് അറിയോ മെൻഷൻ ചെയ്യണം. പിന്നെന്താണ് കോളാമ്പി, ഞാൻ കോളാമ്പി മെൻഷനിൽ പറഞ്ഞ എനിക്കറിയില്ലേ മനുഷ്യനും കോളാമ്പിനൊന്നും ഇതിന് ഈ വയസ്സങ്കാലത്താ അല്ല ഇപ്പൊ തന്നെ പറയുന്നുണ്ട്. എന്താണ് പെണ്ണിന് 64 വയസ്സായി, പെണ്ണ് ഇപ്പോഴും പൊളിയാണ്. എനിക്ക് 64 വയസ്സൊന്നും ആയിട്ടില്ല. ഇത് ഇത്താത്തക്ക് തന്നെ 60 വയസ്സാവുന്നേ ഉള്ളൂ, മൂത്ത് ഇത്താത്തക്ക്. പിന്നെ എങ്ങനെ എനിക്ക് 64 വയസ്സ്? പക്ഷെ അതിന് ഞാൻ പിടിച്ചിട്ടുണ്ട്. 64 വയസ്സ് പറഞ്ഞെങ്കിൽ ഞാനിങ്ങനെ ഡാൻസ് ആയിട്ട് പാടുന്നുണ്ടല്ലോ. മനതാരിലൊന്ന് പാടുവോ? ശബ്ദത്തിന് ചെറിയതുണ്ട്, ഇനി വൈകുന്നേരം ആകുമ്പോഴേ ശരിയാവുള്ളൂ. മനതാരിലാണിന്നല്ലോ അബൂബക്കറ്, മനവിയിൽ പുതു ഭർത്തയുരത്തി ചൊങ്കിൽ. മനതാരിലാണിന്നല്ലോ അബൂബക്കറ്, മനതിയിൽ പുതു ഭർത്തയുരത്തി ചൊങ്കിൽ. ഉരകേട്ടുടനെ പള്ളി വിരിച്ച് ഊമയിടണ്ടും കെട്ടിപ്പിടുത്ത്, ഉരകേട്ടുടനെ പള്ളി വിരിച്ച് ഊമയിടണ്ടും കെട്ടിപ്പിടുത്ത്. പിടുത്തത്തെ പിടി വിട്ട് പടിയകത്ത്, പിരിശപ്പു കനി മുള്ളക്കാരം പിടിത്ത്. പിടുത്തത്തെ പിടി വിട്ട് പടിയകത്ത്, പിരിശപ്പു കനി മുള്ളക്കാരം പിടിത്ത്. വൈകുന്നേരം അതിന് മൈക്കിന്റെ മുമ്പിൽ എത്തുമ്പോഴാണ് ഞാൻ ഉഷാറാവുള്ളൂ. അത് വരെ ഈ ചടഞ്ഞ മാതിരി തന്നെ ഉണ്ടാവുള്ളൂ. ഈ ഓരോ പാട്ട് പാടുമ്പോഴും ചെറിയ ഡാൻസ് സ്റ്റെപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് കൈകൊണ്ടും ശരീരം കൊണ്ട്. ഇതിനെന്തെങ്കിലും മുമ്പ് പ്രാക്ടീസ് ചെയ്യോ, കൊറിയോഗ്രഫി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സ്റ്റേജ് വരുമ്പോ അപ്പൊ തോന്നുന്നു ഞാൻ ഒന്നും ചെയ്യൂല. ഞാൻ പണ്ട് ഈ പാട്ടിരംഗത്ത് ഇറങ്ങിയപ്പോഴേ പാടുമ്പോ ഒന്ന് കൈയോടും കാലോടെ കൈക്ക് കളിക്കുന്ന ആളാണ്. പക്ഷെ ഇപ്പോഴാണ് ഒന്നും കൂടി എന്റെ വീട്ടിൽ നിന്ന് വരുമ്പില്ലേ എന്റെ മോളും അവര് പറയും ഡാൻസ് കളിക്കണ്ടേട്ടാ, ഡാൻസ് കളിക്കാണ്ട് പാടാണ്. പോയി പണിയൊക്കെ പറയും. ഞാൻ പറയും നിങ്ങൾ ആരൊന്നല്ല എന്നെ പാട്ടുകാരിയാക്കിനി, ഞാൻ ഡാൻസ് കളിച്ചിട്ട് പാടണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ എല്ലാരും ഏറ്റെടുത്തില്ലേ ആ പാട്ട്. അതായത് പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മ മാപ്പിളപ്പാട്ട് പാടി നമ്മളെ മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ട ആളെ ശരിക്കും നമ്മളെ ഇതറിയുള്ളൂ. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മള് വരുമ്പില്ലേ നമ്മളെ എന്നെ ആരെങ്കിലും എന്താണ് പോലീസുകാരപ്പെട്ട ആളെല്ലാം നമ്മളെ ട്രെയിനിലെല്ലാം കാണില്ല ഒക്കെ ഫോട്ടോ എടുക്കും. അത് മാത്രല്ല നമ്മ പറയാൻ പറ്റുമെന്നറിയില്ല, നമ്മളിപ്പോ ഒരേ ജാതി ഒരേ മതം ഒരേ നെറ്റിയിലെ പൂക്കളം എല്ലാരും. നമുക്കിവിടെ ജാതി മത ഭേദമൊന്നുമില്ല. എന്റെ വീട്ടിന്റെ അയൽവക്കത്ത് എന്റെ നേരപ്പുറം എന്റെ ശശിയേട്ടൻ, എന്റെ ശശിയേട്ടൻ ആ ഭാഗത്തുള്ളത് കൊണ്ടാണ് എന്റെ വീട് ഇത്ര നല്ല സുരക്ഷിതമായിട്ട് പോണേ. എന്റെ നേരെ പിറകിൽ എന്റെ ശാന്തേച്ചി, എന്റെ ശാന്തേച്ചി ഉള്ളത് കൊണ്ടാണ് എന്റെ വീടിന് ഒരു കുളിർമ ആ ഭാഗത്ത്. അപ്പം നമുക്ക് ജാതി മതമൊന്നുമില്ല. എങ്കിലും അന്നേരം ഒന്നും ഇങ്ങനെ മുസ്ലിം അല്ലാത്തവര് അങ്ങനെ ഒരു മാപ്പിളപ്പാട്ട് ആസ്വദിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കുന്നതും എന്നെ തിരിച്ചറിയുന്നതും അവരാണ്. കോളേജ് കുട്ടികളൊക്കെ അവരെല്ലാം ഇടയിൽ ഇറങ്ങി വരുമ്പോ ഞാൻ ആരോ വലിയ ആള് വരണമായിരുന്നു. പിന്നെ ഒന്ന് ഹൈലൈറ്റ് മാളിപ്പോയിട്ട് ഇനി ഇറങ്ങാൻ വിടുന്നില്ല. അവരറിഞ്ഞ് നിങ്ങൾ ഫോട്ടോ എടുക്കാൻ നിന്നാല് ഇവിടെ വേറെ എന്തൊക്കെ സംഭവിക്കും പറഞ്ഞു. അപ്പൊ കേറി അവര് ബ്ലാക്ക് ഒക്കെ ഇട്ട് അവരില്ല അവരെല്ലാം ഇറക്കിക്കണേ. അപ്പൊ തിരിച്ചു വരുമ്പോ അടുത്ത എല്ലാ സെക്യൂരിറ്റിമാരും ഇറക്കി. ഇനി ഫോട്ടോ എടുക്കാൻ വിട്ടാല് അവരെന്നെ കൊണ്ടുപോകുന്ന പറഞ്ഞു. എന്നിട്ട് അന്നേരം ഞാൻ ചെയ്തു. പണ്ട് ഞാൻ മമ്മൂട്ടിന് മോഹൻലാലിനൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ, ഇപ്പൊ ഞാൻ തന്നെ ആയോ. ഇങ്ങനെ ആയിരിക്കുമല്ലേ ജനങ്ങളെ ആരാധന. വീഡിയോ ഷൂട്ട് ചെയ്യണതും എഡിറ്റ് ചെയ്യണതും എന്നെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാലൊക്കെ ഞാൻ പറയും മോളെ അതൊക്കെ അങ്ങനെ പറഞ്ഞിട്ട്. ഇപ്പൊ അനാൻഷാന്റെ ഒക്കെ പാട്ടോടിപ്പ് ഒരു ട്രോളർ കണ്ടില്ലേ, വളരെ മോശമായിട്ട്. ശരിക്കും എനിക്ക് പറയുകയാണെങ്കിൽ സൈബർ സെല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് അതിനുള്ള എന്നൊരു പാട്ടിൽ ഒരുപാട് ആൾക്കാർ വിളിച്ചു പറഞ്ഞു സുഹൃത്ത് അത് ചെയ്യേ നിങ്ങളത്. ഞാൻ പറഞ്ഞു എന്തിന്, അവര് കുടുംബം ജീവിക്കട്ടെ. ഞങ്ങളെ ഇങ്ങനെ ഞങ്ങൾ മാനമര്യാദയിൽ പണി. ഞാൻ എന്റെ ഡ്രസ്സിങ് ഞാൻ ഒരാളെ ഇതിലും എന്റെ ഡ്രസ്സിന് ഒരു കുറവ് വരുത്തിയിട്ടോ ഇസ്ലാമികപരമായിട്ട് എല്ലാത്തൊരിതിലും ഞാൻ പാട്ട് പാടുമ്പോൾ ഡാൻസ് കളിച്ചെന്നുള്ളതാണ്. അല്ലാതെ തലി തുണി ഇടാതെ കണ്ടോ അല്ല എന്റെ അവയവങ്ങൾ കാണിച്ചിട്ടൊന്നല്ല ഞാൻ ചെയ്യുന്നത്. അപ്പോ അത് അവർക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അവർ കളിച്ചോട്ടെ. പക്ഷെ ഈ ഒരു എന്നെ ട്രോൾ ചെയ്ത് കൊണ്ട് അവരെ കുടുംബം ജീവിക്കുന്നുണ്ട്. അത് സൈബർ സെല്ലിലൊക്കെ പോയിട്ട് അവര് കൊടുത്തിട്ട് അവര് പേരിൽ നടപടി എടുത്തതിന് അവർക്ക് ഇനി ജീവിക്കാൻ പറ്റോ? അത് പടച്ചവനെന്ന് പറഞ്ഞ ശക്തി മേലാണ്. നമ്മൾ ആർക്ക് വിട്ടുകൊടുക്കാം? അള്ളാഹ് വിട്ടുകൊടുക്കാം.